4000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ 3.5 ലക്ഷത്തോളം മനുഷ്യരെ രോഗികളാക്കിയ PFAS കെമിക്കൽ നിർമ്മിക്കുന്ന ഇറ്റാലിയൻ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു. ഇറ്റലിയിൽ പ്രവർത്തിച്ച മിറ്റനി എന്ന പേരുള്ള ഒരു കെമിക്കൽ ഫാക്ടറി 1965-ലാണ് ഈ പ്ലാന്റ് അവിടെ സ്ഥാപിതമാകുന്നത്. 2018-ൽ പാപ്പരായി അടച്ചു പൂട്ടേണ്ടി വന്നു. കാരണം വെറും 53 വർഷം കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ്. അവിടുത്തെ പരിസരവാസികളിൽ ഉണ്ടായ രോഗങ്ങളിൽ നിന്ന് അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനകത്തുനിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിലൂടെ വലിയ രീതിയിൽ തന്നെ ഈ പരിസരവാസികളുടെ ശരീരത്തിൽ ഇത് പ്രവേശിച്ചു എന്ന് കണ്ടെത്തി. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാണ് ഇത് മൂലം ഉണ്ടാകുന്നത്. മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് പോലും തൂക്കമില്ലാതാകുന്നു. പല പല രോഗങ്ങൾ ഉണ്ടാകുന്നു. ഭൂഗർഭ ജലത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും വ്യാപകമായി ജനങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. ഇതൊരു ഫോറവർ കെമിക്കലാണ്. നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കാനും കഴിയില്ല. ഇത് ഇന്ത്യയിലേക്ക് കെട്ടി വലിച്ചോണ്ട് വരാൻ പോവാണ്. മഹാരാഷ്ട്രയിൽ ഇത് സ്ഥാപിക്കാൻ പോവാണ്. മനസ്സിലാക്കണം, കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ മരിച്ചു വീഴാൻ പോവാണ്. ഇത് സംഖ്യകളോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരും പറയും ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള പദ്ധതിയാണെന്ന്. ഇത് ഇന്ത്യയിൽ മേടിക്കാൻ പോകുന്നത് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് ആണ്. മനസ്സിലാക്കണം, വലിയ വലിയ കമ്പനികളുടെ ഡൊണേഷൻസും ബോണ്ടുകളും മേടിച്ച് നക്കുന്ന തീവ്രവാദ സംഘടനയ്ക്ക് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വരും തലമുറകളുടെ ഭാവി ഇവിടെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കണം. പിന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് അത് സോൾഡ് ആക്കിയിരിക്കുന്നു എന്ന്. ഇതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം തീർന്നു എന്ന്. ഇനിയും മനസ്സിലാകാത്ത കോവർ കഴുതൊക്കെ ഉണ്ടാക്കി വിട്ടേക്കുന്ന ചാണകം തീനികളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെ ശവപ്പെട്ടിയാണ് BJP RSS എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന.